ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ 4th യൂണിറ്റ് ആണ്. ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സിനെ കുറിച്ചും ഫ്രൂട്ട്സിനെ കുറിച്ചും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഇവിടെ കുറച്ച് സ്റ്റുഡൻസും ടീച്ചറും കൂടിയിട്ട് അവരുടെ ഗാർഡൻ വാട്ടറിങ് ചെയ്യുന്ന പിക്ചറാണല്ലേ തന്നിട്ടുള്ളത്. ഗാർഡനെ നനയ്ക്കുന്നുണ്ട്, അതുപോലെ അതിനെ ശുശ്രൂഷിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുട്ടി പറയുന്നത് നോക്കൂ, ടീച്ചർ ഡു ഓൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ലൈക്ക് ദിസ്? ടീച്ചറെ, എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാവോ എന്നൊരു ഡൗട്ട് ചോദിക്കാം. ഇല്ല അല്ലേ? നോ. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം കായില്ലാത്ത ഫ്രൂട്ട്സ് ഉണ്ടാവാത്ത ഒരുപാട് പ്ലാന്റ്സും ഉണ്ട്. ഹാവ് യു നോട്ടീസ് ദ ചിൽഡ്രൻസ് ഡൗട്ട്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. These flowers can you identify? Identify the flowers in the picture along with your friends and note them. നമുക്ക് താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സിലുള്ള ചെടികൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലവർ മുക്കുറ്റിയാണ്, സെക്കൻഡ് ഫ്ലവർ തുമ്പയാണ്, തേർഡ് ഫ്ലവർ തൊട്ടാവാടി അഥവാ ടച്ച് മീ നോട്ട്. ഓക്കെ, പിന്നെ ഫോർത്ത് ഫ്ലവർ കണിക്കൊന്നയാണ്, നമ്മുടെ കാഷ്യ. You know that all flowers are not similar. In which ways are they different? So the flowers around you, identify their diversity and complete the list. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള നമ്മളുടെ അറൗണ്ട് ഉള്ള ഫ്ലവേഴ്സ് ഒക്കെ എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ? സെയിം ഫ്ലവേഴ്സ് അല്ല ഉള്ളത്. ഡൈവേഴ്സിറ്റി ഉണ്ട് ഫ്ലവേഴ്സിൽ, അതായത് അതിൻ്റെ കളറിൽ, അതിൻ്റെ ഫ്രാഗ്രൻസിൽ, പിന്നെ അത് സിംഗിൾ ആണോ അല്ലെങ്കിൽ ഇൻഫ്ലോറൻസൻസ് ആണോ അതോ സിംഗിൾ ഫ്ലവർ ആണോ, അതേപോലെ പെറ്റൽസ് ഉണ്ടോ അല്ലെങ്കിൽ പെറ്റൽസിൻ്റെ കൗണ്ട് എത്രയാണ്, എണ്ണം എത്രയാണ്, തുടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം റോസ് പോലെയല്ല ജാസ്മിൻ, ജാസ്മിൻ പോലെയല്ല മാരിഗോൾഡ്, മാരിഗോൾഡ് പോലെയല്ല ക്രൈസാന്തിമം അല്ലേ? ഫ്ലവേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളോട് കുറച്ച് ഫ്ലവേഴ്സിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ഡൈവേഴ്സിറ്റി ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ടേബിളിൽ തന്നിട്ടുള്ള ഫ്ലവേഴ്സ് എന്താണ്? കാര്യങ്ങൾ, നെയിം, കളറ്, ഫ്രാഗ്രൻസ്, സ്മെല്ലുണ്ടോ ഇല്ലേ, അതുപോലെ സിംഗിൾ ഫ്ലവർ ആണോ അതോ ഇൻഫ്ലോറസൻസ് ആയിട്ടാണോ, പൂങ്കുലകളായിട്ടാണോ കാണപ്പെടുന്നത്, പിന്നെ അതിൻ്റെ നമ്പർ ഓഫ് പെറ്റൽസ്, ഇതളുകളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് റോസ്. റോസിൻ്റെ കളറ് റെഡാണ്, പല കളറിലും ഉണ്ട്, എന്നാലും കോമൺലി റോസ് റെഡാണുള്ളത്. അതിന് ഫ്രേഗ്രൻസ് ഉണ്ടല്ലേ, ഹാവ് സ്മെൽ. ഓക്കെ, പിന്നെ സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. പെറ്റൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മെനി പെറ്റൽസ്, ഒരുപാട് പെറ്റൽസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഫ്ലവർ നമുക്ക് ഇഗ്സോറ എടുക്കാം. തെച്ചി. ഇഗ്സോറയ്ക്ക് കളറ് റെഡാണ്, അതിന് ഫ്രേഗ്രൻസ് ഇല്ല, നോ. ഓക്കെ, പിന്നെ ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നമ്പർ ഓഫ് പെറ്റൽസ് എന്ന് പറയുന്നത് 4 പെറ്റൽസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഫ്ലവർ നമുക്ക് ജാസ്മിൻ എടുക്കാം. മുല്ല. ജാസ്മിൻ്റെ കളറ് വൈറ്റ് ആണ്, ഫ്രാഗ്രൻസ് ഉണ്ട് അല്ലേ, ഹാവ് സ്മെൽ. പിന്നെ അതൊരു സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ പെറ്റൽസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് കോമൺലി നമുക്ക് അട്ടിമുല്ലയാണെങ്കിൽ മെനി പെറ്റൽസ് ഉണ്ടായിരിക്കും, ഒരുപാട് പെറ്റൽസ് ഉണ്ടായിരിക്കും. അതല്ല സിംഗിളായിട്ട് കാണുന്ന അങ്ങനെയുള്ള മുല്ലയാണെങ്കിൽ, അങ്ങനെയുള്ള ജാസ്മിൻ ആണെങ്കിൽ അതിൽ കോമൺലി 5 പെറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഫ്ലവർ നമുക്ക് ലോട്ടസ് എടുക്കാം. ലോട്ടസിൻ്റെ കളർ പിങ്ക് ആണ്, ഹാവ് സ്മെൽ, സ്മെല്ലുണ്ട്. പിന്നെ അതുപോലെ സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് കാണുന്നത്, മെനി പെറ്റൽസ്, ഒരുപാട് പെറ്റൽസ് ഉണ്ട്. You have noticed that the different flowers you observe differ in color, smell and number of petals. Do flowers have only petals? Are there no other parts? Observe them. Are the parts in the same in all the flowers you have observed? അപ്പോൾ ഒരു ഫ്ലവറിനെ സംബന്ധിച്ച് അതിന് പെറ്റൽസ് മാത്രമല്ല ഉള്ളതല്ലേ, പെറ്റൽസ് മാത്രമല്ല അല്ലാതെ സെപ്പൽസ് ഉണ്ട്, അതിന് താഴെയുള്ള സെപ്പൽസ് ഉണ്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, കാലിക്സ്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം തുടങ്ങി ഒരുപാട് പാർട്സ് പ്ലാന്റ്സിനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു പ്ലാന്റ് എടുക്കുക, ഒരു ഫ്ലവർ എടുക്കുക, അതിനെ ഒബ്സർവ് ചെയ്യുക, പെറ്റൽസ് മാത്രമാണോ അതല്ല വേറെ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് ഒബ്സർവ് ചെയ്യുക. Parts of flowers. Let's learn more about the parts of flowers. Observe a shoe flower. Which all parts can you identify? Label those parts in the figure given below. നിങ്ങളോടൊരു ചെമ്പരത്തി എടുത്തിട്ട് അതിൻ്റെ ഫ്ലവർ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നോക്കൂ അതിൽ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് ഇവിടെ എഴുതി കൊടുക്കൂ. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഫ്ലവറിൻ്റെ ഫസ്റ്റുള്ള നമുക്കറിയാം പെറ്റൽസ് ആണ്. ഈ പെറ്റൽസിന് താഴെയുള്ള ഈ കപ്പ് പോലെ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ സെപ്പൽസ് എന്നാണ് പറയുക. ഗ്രീൻ പാർട്ടിൽ കാണപ്പെടുന്നത് സെപ്പൽസ് എന്നാണ് പറയുക. പിന്നെ അതുപോലെ അതിന് താഴെയുള്ള ഈ ഞെട്ടിനെ, പൂഞ്ഞെട്ടിനെ നമ്മൾ പെഡിസൽ എന്നാണ് പറയുക, പെഡിസൽ. ഓക്കെ,
The main parts of a flower are given in the table below. Analyze the table and make a note on the main parts of a flower and their function. Present it in the class. അപ്പോൾ നമുക്ക് താഴെ ഫ്ലവേഴ്സിൻ്റെ മെയിൻ പാർട്സിനെ കുറിച്ച് ഒരു ചെറിയ ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പാർട്സും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഷോ ഫ്ലവറിൻ്റെ അതിൻ്റെ ഒരു പിക്ചറും തന്നിട്ടുണ്ട് അല്ലേ. നോക്കൂ, ആദ്യത്തേത് പെഡിസലാണ്. അതായത് നമ്മുടെ പൂഞ്ഞെട്ടില്ലേ, അതിനെ നമ്മൾ പെഡിസൽ എന്നാണ് പറയാന്ന് പറഞ്ഞു. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. ഫ്ലവറിനെ സ്റ്റെമ്മുമായിട്ട് അതിൻ്റെ തണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, ബന്ധിപ്പിച്ചു കൊടുക്കുന്നത് ഈ പെഡിസലാണ്. നെക്സ്റ്റ് തലാമസ് ആണ്. തലാമസിൻ്റെ ഫംഗ്ഷൻ നോക്കൂ. പ്രൊവൈഡ്സ് ദ സീറ്റ് ഫോർ അതർ പാർട്സ് ഓഫ് ദ ഫ്ലവേഴ്സ്. ആ ഫ്ലവറിൻ്റെ മറ്റ് പാർട്സിന് ഇരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്താനുള്ള സീറ്റിംഗ് കൊടുക്കുന്നത് തലാമസ് ആണ്. നെക്സ്റ്റ് കാലിക്സ്. കാലിക്സിന്റെ ഫംഗ്ഷൻ നോക്കൂ. ഫോംഡ് ഓഫ് സെപ്പൽസ്, പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. സെപ്പൽസ് കൊണ്ട് ഫോം ചെയ്തതാണ് കാലിക്സ്. അതായത് ഈ ഫ്ലവറിനെ ബഡായിരിക്കുന്ന സമയത്ത്, മൊട്ടായിരിക്കുന്ന സമയത്ത് അതിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന പെറ്റൽസിന്റെ ഭാഗമാണെന്ത് കാലിക്സും. ഇത് ബഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് കൊറോള. കൊറോളയുടെ പാർട്ട് കണ്ടോ മക്കളെ? ഫോംഡ് ഓഫ് പെറ്റൽസ്, ഗിവ്സ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവേഴ്സ്. അപ്പോൾ കൊറോളയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കൊറോള. കാലിക്സ് എന്തുകൊണ്ടായിരുന്നു? സെപ്പൽസ് ഉണ്ടായിരുന്നു. കൊറോള പെറ്റൽസ് കൊണ്ടാണ്, മാറിപ്പോകരുത്. ഇത് ഈ ഫ്ലവറിന് ഒരു ഭംഗി കൊടുക്കുന്നത് കൊറോളയാണ്. നെക്സ്റ്റ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് വെച്ചാൽ ഫോംഡ് ഓഫ് സ്റ്റേമെൻസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആണെന്ത്? ആൻഡ്രീഷ്യം. ഓക്കെ, അതിൽ എന്തുണ്ട്? ആൻഡ്രീഷ്യം സ്റ്റേമെൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഗൈനീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ്. അപ്പോൾ ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ കാർപ്പൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പാർട്സ് പെഡിസെല്, തലാമസ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. After analyzing the table, you have understood that all the parts of the flower have different functions. അപ്പോൾ ഈ ടേബിൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഫ്ലവറിൻ്റെ എല്ലാ പാർട്സും എന്താണ്? ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. കോപ്പി ദ ടേബിൾ ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദറ്റ് ക്ലാസ്. അതൊരു ഈ ടേബിൾ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് അത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. Let's observe and learn. Let's observe each part of the flower closely. What are the materials required? അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെ ഓരോ പാർട്സിനെയും എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്, ഹാൻഡ് ലെൻസ്, ഫോർസെപ്സ് ആൻഡ് എ ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ. Observe each flower with a hand lens. Can you see all the parts given in the table? Carefully separate the parts of a flower you have observed and display it on the sheet of paper. Prepare a longitudinal section of gynoecium with the help of your teacher and observe it using a hand lens. Do you see the 4 parts, namely sepals, petals, androecium and gynoecium in the flower you displayed? Record the findings in the science diary. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? ഇത് ഒബ്സർവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലവേഴ്സിനെ എടുക്കാം. ഒരു ഫോർസെപ്സും പിന്നെ ഹാൻഡ് ലെൻസും ഒരു വൈറ്റ് പേപ്പറിൻ്റെ ഒരു ഷീറ്റും എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ഫ്ലവറിൻ്റെ ഓരോ പാർട്സും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യുക. ഈ ഓരോ പാർട്സും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏത് പാർട്സ് എടുക്കുക? ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് 4 പാർട്സ് ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാനായിട്ട് പറ്റും. അതായത് സെപ്പൽസ്, പെറ്റൽസ്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. സെപ്പൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് മക്കളെ? പെറ്റൽസ് എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഇതളുകൾ അല്ലേ, ദളങ്ങൾ, അതാണ്. പിന്നെ പെറ്റൽസ് എന്ന് വെച്ചാൽ അതിന് താഴെ കാണുന്ന സപ്പോർട്ട് ചെയ്ത് സെപ്പൽസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാണുന്ന പാർട്ടാണ് സെപ്പൽസ്. പിന്നെ അതുപോലെ ആൻഡ്രീഷ്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഇതെല്ലാം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. കംപ്ലീറ്റ് ഫ്ലവർ. Calyx, corolla, androecium and gynoecium are the 4 main parts seen in a flower. A flower with all these 4 parts is a complete flower. അപ്പം എന്താ മക്കളെ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ? ഒരു ഫ്ലവറിൻ്റെ പ്രധാന പാർട്ടായിട്ടുള്ള കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഈ 4ഉം കാണുന്ന ഫ്ലവറാണിത് കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. ലെറ്റ്സ് ഡു എ പ്രൊജക്ട്. ആർ ഓൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ഫ്ലവേഴ്സ്? എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആണോ? അതിനായിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ച് ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഫ്ലവേഴ്സിൽ ഏതിലൊക്കെയാണ് പെഡിസൽ ഉള്ളത്, തലാമസ് ഉള്ളത്, സെപ്പൽ ഉണ്ടോ, പെറ്റൽ ഉണ്ടോ, ആൻഡ്രീഷ്യം ഉണ്ടോ, ഗൈനീഷ്യം ഉണ്ടോ എന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ടോ നോക്കൂ.
ആദ്യം ഞാൻ എടുക്കുന്ന ഫ്ലവർ ഹിബിസ്കസ് ആണ്, നമ്മുടെ ചെമ്പരത്തിയാണ്. അതിന് പെഡിസൽ ഉണ്ട്, തലാമസ് ഉണ്ട്, സെപ്പൽ ഉണ്ട്, പെറ്റൽ ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. പിന്നെ നെക്സ്റ്റ് എടുക്കുന്നത് റോസ് ആണ്. റോസിനും പെഡിസലും തലാമസും സെപ്പലും പെറ്റലും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്. പിന്നെ ക്രൈസാന്തിമം, നമ്മുടെ ജമന്തി ഉണ്ടല്ലോ, ജമന്തി പൂവാണ് എടുത്തിട്ടുള്ളത്. അതിനും പെഡിസൽ ഉണ്ട്, തലാമസ് ഉണ്ട്, സെപ്പൽ ഉണ്ട്, പെറ്റൽ ഉണ്ട്, ആൻഡ്രീഷ്യവും ഉണ്ട്, ഗൈനീഷ്യവും ഉണ്ട്. Non-flowering plants. Do all plants flower? Are there non-flowering plants in your home and surroundings? Observe and find out. അപ്പോൾ എല്ലാ പ്ലാന്റിലും എന്താണ്, ഫ്ലവേഴ്സ് ഉണ്ടാവാറില്ല അല്ലെ? ഫ്ലവർ ഉണ്ടാവാത്ത പ്ലാന്റ്സും നമ്മുടെ ചുറ്റും ഉണ്ട്. Don't you know that there are flowering plants as well as non-flowering plants in the plant world? Observe the picture and understand which are the non-flowering plants. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടുള്ള non-flowering plants നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ മക്കളെ. ആദ്യത്തേത് പൈനാണ്, പിന്നെ സൈക്കസ്, ഫേൺസ്. അപ്പാർട്ട് ഫ്രം ദിസ് സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ആൽഗേസ് ഓൾസോ ഡു നോട്ട് ഫ്ലവർ. ഈ ഫ്ലവറുകൾ കൂടാതെ ആൽഗകൾ എന്ന് പറയുന്നത് ഒരു തരം പായലാണല്ലേ, അതിലും എന്തുണ്ടാവാറില്ല, ഫ്ലവേഴ്സ് ഉണ്ടാവാറില്ല. വിസിറ്റ് യുവർ സ്കൂൾ ഗാർഡൻ ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് പ്ലാന്റ്സ് ആർ നോൺ ഫ്ലവറിംഗ് ആൻഡ് റെക്കോർഡ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ഗാർഡനിലുള്ള നോൺ ഫ്ലവറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പൊതുവായി നമുക്ക് കോമൺലി കാണുന്ന നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ നെയിം ഇവിടെ തരാം. പൈന്, സൈക്കസ്, ഫേൺസ്, അലോവേര, മണി പ്ലാന്റ് ആൻഡ് സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ. ഇതൊക്കെ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് എക്സാമ്പിളായി എഴുതി കൊടുക്കാം. നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി is a shrub that beautifies the western Ghats with its blue flowers. They grow in the grasslands and shola forest at an altitude of 1200 meters above sea level. അപ്പോൾ 1200 മീറ്റർ മുകളിലുള്ള, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള ഷോല ഫോറസ്റ്റിലും അവിടെയുള്ള വെസ്റ്റേൺ ഗട്ട്സിലുമാണ് നീലക്കുറിഞ്ഞി സാധാരണയായിട്ട് കാണുന്നത്. അതൊരു ഷ്രബാണ്, ഒരു കുറ്റിച്ചെടിയാണ്. ഇതിലുണ്ടാവുന്നത് ഫുള്ള് ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. നീലക്കുറിഞ്ഞി ഈസ് ഓൺലി വൺ എമംഗ് ദ വേരിയസ് സ്പീഷീസ് ഓഫ് കുറിഞ്ഞി ഫൗണ്ട് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ കുറിഞ്ഞി വിഭാഗത്തിൽപ്പെട്ട, വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്ന കുറിഞ്ഞി വിഭാഗത്തിൽപ്പെട്ട വളരെ റയർ ആയിട്ടുള്ള ഒരു വേരിയസ് സ്പീഷീസ് ആണ് ഈ നീലക്കുറിഞ്ഞി എന്നുള്ളത്. ദ ഫ്ലവർ വൺസ് ഇൻ എവറി 12 years. ദ ഫ്ലവറിംഗ് സീസൺ ഈസ് ഫ്രം ഓഗസ്റ്റ് ടു ഒക്ടോബർ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവർ 12 വർഷത്തിൽ 12 ഇയേഴ്സിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. 12 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ പൂക്കുകയുള്ളൂ. അപ്പോൾ ഇവർ പൂക്കുന്ന സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 3 മന്ത്സിനിടയിലാണ് നീലക്കുറിഞ്ഞി ബ്ലൂം ചെയ്യുന്നത്. Functions of flowers. What are the benefits of flowering in plants? Analyze the illustration below and write in your science diary how flowers benefit plant. ഒരു ഫ്ലവർ പ്ലാന്റിൽ ഉണ്ടായാൽ ആ പ്ലാന്റിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം. ഫ്ലവർ ഉണ്ടായാൽ അതിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവും, പിന്നെ ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് സീഡ് ഉണ്ടാവും, സീഡിൽ നിന്ന് മറ്റൊരു പ്ലാന്റും ഉണ്ടാവും. ഫങ്ഷൻസ് ആണ് നമ്മോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവുന്നു. ദ സീഡ് ഡെവലപ്സ് ഇൻസൈഡ് ദ ഫ്രൂട്ട്. ഫ്രൂട്ടിനുള്ളിൽ സീഡ് ഉണ്ടാവുന്നു, വിത്ത് ഉണ്ടാവുന്നു. ന്യൂ പ്ലാന്റ് അറൈസസ് ഫ്രം ദ സീഡ്. എന്നിട്ട് ഈ പുതിയ സീഡിൽ നിന്ന്, ഈ ഫ്രൂട്ടിനുള്ളിലുള്ള ഈ സീഡിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നു. Fruit and seed. From the illustration, you have understood that the fruit is formed from the flower and a new plant arises from the seed within the fruit. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത് ഫ്ലവറിൽ നിന്നാണ്, പിന്നെ സീഡ് ഉണ്ടാവുന്നത് ഫ്രൂട്ടിൽ നിന്നാണ് എന്ന് മനസ്സിലായി അല്ലേ? ഹൗ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട് ആൻഡ് സീഡ്? ഒരു ഫ്ലവർ എങ്ങനെയാണ് ഫ്രൂട്ടും സീഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? Fruits and seeds are produced from flowers through reproduction. Which are the reproductive parts of a flower? List them using the information learned so far. അപ്പോൾ ഫ്ലവേഴ്സിൽ നിന്ന് ഫ്രൂട്ട്സ് ഉണ്ടാവണമെങ്കിൽ അതിനൊരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ വേണം. ഈ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ റീപ്രൊഡക്ഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്? ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണോ ഒരു ജീവികൾക്ക് അല്ലെങ്കിൽ ആനിമൽസിന് എങ്ങനെയാണോ ബേബീസ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവുന്നതും. റീപ്രൊഡക്റ്റീവ് ഓർഗൺ വേണം. അതിൽ റീപ്രൊഡക്ഷൻ നടന്നെങ്കിൽ മാത്രമേ പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടായി അതിൽ നിന്ന് സീഡ് ഉണ്ടായി പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫ്ലവറിലെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപ് പഠിച്ചിരുന്നു. ഏതാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ്രീഷ്യമാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഗൈനീഷ്യമാണ്.
ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പാർട്സ് ഓഫ് എ സ്റ്റേമൻ ആൻഡ് കാർപ്പൽ. അപ്പം നമുക്ക് താഴെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ സ്റ്റേമൻ്റെയും കാർപ്പലിൻ്റെയും പൊസിഷൻസ് കണ്ടോ മക്കളെ നിങ്ങൾ? ഇതിൽ സ്റ്റേമിനെ തന്നെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഫിലമെൻറ്റ്, ഈ നൂല് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെയുള്ള ഈ പാർട്ടാണ് ഫിലമെൻറ്റ്. പിന്നെ അതിന് മുകളിലായിട്ട് ആന്തർ. ഇനി കാർപ്പലിൻ്റെ പാർട്ടിനെ നമുക്ക് 4 ഭാഗങ്ങളാക്കാം. എങ്ങനെയാണ്? ഏറ്റവും മുകളിലുള്ള സ്റ്റിഗ്മ, നെക്സ്റ്റ് ഒരു ട്യൂബ് പോലെയുള്ള പാർട്ടാണ് സ്റ്റൈല്, പിന്നെ അതിനുള്ളിൽ ഓവറി, ഓവറിക്കുള്ളിൽ ഓവ്യൂള്. ഓക്കെ, ഒബ്സർവ് ദ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഓഫ് എ ഷൂ ഫ്ലവർ യൂസിങ് ഹാൻഡ് ലൈൻസ് ഓർ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഒരു ഷൂ ഫ്ലവർ, അതായത് നമ്മുടെ ഹിബിസ്കസ് ഉണ്ടല്ലോ, ചെമ്പരത്തി, അതെടുത്തിട്ട് അതിൽ ആൻഡ്രീഷ്യം ഗൈനീഷ്യം മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആൻഡ്രീഷ്യം എന്താണ്? ആൻഡ്രീഷ്യം ഇസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമെൻസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ആൻഡ്രീഷ്യം. സ്റ്റേമെൻസ് ഹാവ് പാർട്സ് കോൾഡ് ഫിലമെന്റ് ആൻഡ് ആന്തർ. സ്റ്റേമെൻസിന് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫിലമെന്റും ആന്തറും. Pollen grains are present in the anther chambers. Pollen grains contain male gametes. അപ്പോൾ ഈ ആന്തറിനുള്ളിലാണ് എന്തുള്ളത്? പോളൻ ഗ്രെയിൻസ് ഉള്ളത്. അതായത് നമ്മുടെ പരാഗണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോളിനേഷന് വേണ്ടിയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഉള്ളത് ആന്തറിനുള്ളിലാണ്. ഈ പോളൻ ഗ്രെയിൻസിലാണ് എന്തുള്ളത്? മെയിൽ ഗാമേറ്റ്സ്. നമ്മളുടെ മെയിൽ ഗാമേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ്, ആൺപൂവിലുള്ള എന്താ പറയുക, റീപ്രൊഡക്ഷന് വേണ്ട പാർട്ടുള്ളത് എവിടെയാണ്? ഈ പോളൻ ഗ്രെയിൻസിനുള്ളിലാണ്. ഇനി ഗൈനീഷ്യം, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ദ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നീ 3 പാർട്ടാണുള്ളത്. ദ എഗ് ഓർ ഫീമെയിൽ ഗാമേറ്റ് ഇസ് ഫൗണ്ട് വിത്തിൻ ദ ഓവ്യൂൾ ഇൻ ദ ഓവറി. ഓവറിക്കുള്ളിലുള്ള ഓവ്യൂളിലാണ് ഫീമെയിൽ ഗാമേറ്റ്സ് ഉള്ളത്. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്ത 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ സ്റ്റേമൻ? ഒരു സ്റ്റേമിനിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഫിലമെന്റ് ആൻഡ് ആന്തർ. Where are pollen grains found? Pollen grains എവിടെയാണ് കാണപ്പെടുന്നത്? Pollen grains are present in the anther chambers. Which are the parts of the carpel? കാർപ്പലിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. Where is female gamete seen? Within the ovule in the ovary. ഓവറിക്കുള്ളിലുള്ള ഒവ്യൂളിലാണ് എന്ത് കാണുന്നത്? ഫീമെയിൽ ഗാമേറ്റ്സ് കാണുന്നത്. You have identified the parts of gynecium and androecium. Given below is a picture showing the longitudinal section of a shoe flower. Label the parts on it. അപ്പോൾ നമുക്കൊരു ഷൂ ഫ്ലവറിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ താഴെ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ പാർട്ട് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ഏറ്റവും മുകളിൽ കാണുന്ന പാർട്ട് സ്റ്റിഗ്മയാണ്. then അതിന് തൊട്ട് താഴെയായിട്ട് സ്റ്റേമൻ, പിന്നെ കാണിച്ചിട്ടുള്ളത് പൂവിന്റെ ദളങ്ങളാണ്, അതായത് പെറ്റലാണ്. then അതിന് തൊട്ട് താഴെയായിട്ട് സെപ്പൽ, പിന്നെ ഒവ്യൂളാണ് താഴെ, പിന്നെ തലാമസ് ആണ്, then പെഡിസെൽ. Draw the LS of shoe flower in the science diary and label the parts. അപ്പോൾ ഈ ഒരു ഷൂ ഫ്ലവറിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരച്ചിട്ട് സയൻസ് ഡയറിയിൽ വരച്ചിട്ട് പാർട്സ് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത് അതുപോലെ തന്നെ ആ ആക്ടിവിറ്റി തന്നെ ചെയ്താൽ മതി. ഷൂ ഫ്ലവറിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കുക, ആ പാർട്സ് അടയാളപ്പെടുത്തുക. Can a flower have more than one ovary? What is your guess? ഒരു ഫ്ലവറിന് ഒരു ഓവറിയിൽ കൂടുതൽ, അതായത് ഒന്നിലധികം ഓവറിയിൽ ഉണ്ടാവോ? യെസ്, some flowers have. Okay, ചില ഫ്ലവേഴ്സിനുണ്ട്. എക്സാമ്പിൾ ഓഫ് ഫ്ലവേഴ്സ് ഹാവിംഗ് മൾട്ടിപ്പിൾ ഓവറീസ് ഇൻ എ സിംഗിൾ ഫ്ലവർ ആർ ചെമ്പക്, ലോട്ടസ്, കസ്റ്റർഡ് ആപ്പിൾ ആൻഡ് പോളിലിത്യ. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഫ്ലവറിന് ഒരു ഓവറിയിൽ അധികം, അതായത് 2, 3, 4 ഓവറീസ് ഉള്ള ഫ്ലവേഴ്സിന് എക്സാമ്പിൾസ് ആണ് ചെമ്പകം, താമര, പിന്നെ നമ്മുടെ സീതപ്പഴം ഉണ്ടല്ലോ, അതൊക്കെ തുടങ്ങിയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. ആർ ദർ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്? ആൺപൂവും പെൺപൂവും സെപ്പറേറ്റ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ഫീമെയിൽ ഫ്ലവേഴ്സും മെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. Let's do an activity in groups to find out whether androecium and gynecium are found within the same flower in all the flowers you have observed. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. അതായത് നിങ്ങൾ ഓരോ ഫ്ലവേഴ്സ് എടുക്കുക, ആ ഫ്ലവേഴ്സിൽ ഒരു സെയിം ഫ്ലവറിൽ തന്നെയാണോ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരുമിച്ച് വരുന്നത്, അതല്ല എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട എക്സ്പെരിമെന്റിന് വേണ്ട മെറ്റീരിയൽസ് ഫ്ലവേഴ്സ് ഓഫ് ലേഡീസ് ഫിംഗർ ആൻഡ് പംകിൻ ഹാൻഡ് ലൈൻസ്. ഒരു പംകിന്റെ ഫ്ലവർ, അതായത് നമ്മുടെ മത്തൻ പൂവ്, പിന്നെ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്കയുടെ ഒരു പൂവും, പിന്നെ ഹാൻഡ് ലൈൻസും വേണേ. Observe the flowers of lady's finger and pumpkin. Find their androecium and gynecium. Are androecium and gynecium found in the same flower in both of this? How do the 2 flowers differ in this regard? ഒരു പംകിന്റെ ഫ്ലവറും ലേഡീസ് ഫിംഗറിന്റെ ഫ്ലവറും എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഹാൻഡ് ലൈൻസ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഫ്ലവറിലും മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും, അതായത് ആൻഡ്രോഷ്യവും ഗൈനീഷ്യവും സെയിം ഫ്ലവറിലാണോ രണ്ടിലും ഉള്ളത് എന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ,
ആദ്യത്തേത് ലേഡീസ് ഫിംഗർ ആണ്. അപ്പോൾ ലേഡീസ് ഫിംഗറിൽ എങ്ങനെയാണ് മക്കളെ കാണുന്നത്? ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവേഴ്സ്. ഒരേ ഫ്ലവറിൽ തന്നെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉള്ളത്. ഇനി പംകിനിൽ എങ്ങനെയാണ്? ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ ഡിഫറെന്റ് ഫ്ലവേഴ്സ്. വ്യത്യസ്ത പൂക്കളിലാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണുന്നത്. അതായത് നിങ്ങളൊരു പംകിന്റെ ഫ്ലവർ എടുത്ത് അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നിക്കിൽ ഫീമെയിൽ ഫ്ലവർ ആവാം, അല്ലെങ്കിൽ മെയിൽ ഫ്ലവർ ആവാം. In some flowers, androecium and gynoecium are found in the same flower, but there are plants in which androecium and gynoecium are seen in separate flowers. Haven't you understood this from the table? Yes, നമുക്ക് ടേബിളിൽ നിന്ന് മനസ്സിലായത് ഒന്നുകിൽ സെയിം ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം വരാം, അതായത് ഫീമെയിലും മെയിലും സെയിം ഫ്ലവറിൽ തന്നെ വരാം, അതല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്ലവേഴ്സിലും വരാം. മെയിൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവേഴ്സ് വിത്ത് ആൻഡ്രീഷ്യം ഓൺലി. സോ വാട്ട് ഈസ് ഫീമെയിൽ ഫ്ലവർ? എന്താണ് ഫീമെയിൽ ഫ്ലവർ മക്കളെ? ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫ്ലവേഴ്സ് വിത്ത് ഗൈനീഷ്യം ഓൺലി. ക്യാൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ബി കോൾഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്? അപ്പോൾ മെയിൽ ഫ്ലവേഴ്സിനെയും ഫീമെയിൽ ഫ്ലവേഴ്സിനും മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കാം. അതായത് ഒരു ഫ്ലവറിൽ ഒന്നുകിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രം കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഫ്ലവറിനെ നമുക്ക് യൂണിസെക്ഷൽ, യൂണി എന്ന് വെച്ചാൽ ഒന്ന്, ഓക്കെ, അപ്പോൾ ഒരു സെക്ഷൽ പാർട്ടുള്ളൂ, അതുകൊണ്ട് അതിന് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കാം. ആർ ദ ഫ്ലവേഴ്സ് ഓഫ് പംകിൻ യൂണിസെക്ഷൽ? പംകിന്റെ ഫ്ലവർ യൂണിസെക്ഷൽ ആണോ? യെസ് ആണല്ലേ, കാരണം അതിൽ ഒന്നുകിൽ ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഗൈനീഷ്യം ഉണ്ടായിരിക്കും. You have found that in a lady's finger flower, the androecium and gynoecium are both present in the same flower. Ladies fingerന്റെ ഫ്ലവറിൽ ആൻഡ്രോഷ്യവും ഗൈനീഷ്യവും ഒരേ ഫ്ലവറിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Is the lady's finger flower unisexual or bisexual? Why? Discuss and record the assumptions in the science diary. അങ്ങനെയാണെങ്കിൽ ലേഡീസ് ഫിംഗറിന്റെ ഫ്ലവർ യൂണിസെക്ഷൽ ആണോ ബൈസെക്ഷൽ ആണോ, എന്തുകൊണ്ടാണ് എന്നുകൂടെ പറയണം. It is bisexual plant because both androecium and gynoecium are seen in same flower. ഈ ലേഡീസ് ഫിംഗറിന്റെ ഫ്ലവർ ബൈസെക്ഷൽ പ്ലാന്റ് ആണ്, ഫ്ലവർ ആണ്. കാരണം എന്താണ്? ആ ഒരു ഫ്ലവറിൽ തന്നെ നമുക്ക് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഇനി എന്താണ് യൂണിസെക്ഷൽ ഫ്ലവറും എന്താണ് ബൈസെക്ഷൽ ഫ്ലവറും എന്ന് നോക്കാം. ഫ്ലവേഴ്സ് വിച്ച് പോസസ് ദ എയ്തർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ആർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഒരു ഫ്ലവർ അതിൽ ഒന്നുകിൽ ആൻഡ്രീഷ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നുകിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രം കാണപ്പെടുന്ന ഫ്ലവേഴ്സിനെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഹാവ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ ദ സെയിം ഫ്ലവർ. എന്നാൽ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പാർട്ടും ഉണ്ടായിരിക്കും, അതായത് ആൻഡ്രീഷ്യം ഉണ്ടായിരിക്കും ഗൈനീഷ്യം ഉണ്ടായിരിക്കും ഒരു സെയിം ഫ്ലവറിൽ തന്നെ. ഈ രണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നു. Now observe the flowers around you and find out the unisexual and bisexual flowers. Write your findings in your science diary present in the class. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്ലവേഴ്സിനെ ഒബ്സർവ് ചെയ്തിട്ട് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്ന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ നോക്കാം. അതിന് എക്സാമ്പിൾ ആണ് ബിറ്റർ ഗോഡിന്റെ ഫ്ലവർ, പംകിൻ ഫ്ലവർ, ആഷ് ഗോഡ്, കുക്കുംബർ തുടങ്ങിയിട്ടുള്ളവ. നെക്സ്റ്റ് ബൈസെക്ഷൽ ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഷൂ ഫ്ലവർ, ഓളിയാൻഡർ, ക്ലിറ്റോറ, ബ്രിഞ്ചാൾ തുടങ്ങിയിട്ടുള്ളവ. മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ പ്ലാന്റ്സ് ടു. അപ്പോൾ മെയിലും ഫീമെയിലും പ്ലാന്റ്സിലും ഉണ്ട്. നമ്മൾ ഹ്യൂമൻസിലോ അല്ലെങ്കിൽ ആനിമൽസിലോ മാത്രമല്ല പ്ലാന്റ്സിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ മക്കളെ. ആർ ദർ പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വിത്ത് ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ്? ഡിസ്കസ്. അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഒരു പ്ലാന്റിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഉള്ള പ്ലാന്റ്സിനെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പൊ ചോദിച്ചിട്ടുള്ള എന്താണ്? ഒന്നുകിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നത്, അങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ് ഉണ്ടല്ലേ, ഷുവർ ആയിട്ടുണ്ട്. ദർ ആർ പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വിത്ത് ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ് അറൌണ്ട് us. പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ആർ കോൾഡ് മെയിൽ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ്സ് വിത്ത് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺലി ആർ കോൾഡ് ഫീമെയിൽ പ്ലാന്റ്സ്. മെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ള പ്ലാന്റിനെ നമ്മൾ മെയിൽ പ്ലാന്റ് എന്നാണ് വിളിക്കുക. അതുപോലെ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ളതിനെ ഫീമെയിൽ പ്ലാന്റ് എന്നാണ് വിളിക്കുക. Dioecious and monoecious plant. If the male flowers and female flowers are found in different plants, such plants are called dioecious plants. ഒരു പ്ലാന്റിന്റെ മെയിൽ ഫ്ലവർ ഒരു പ്ലാന്റിലും ഫീമെയിൽ ഫ്ലവർ മറ്റൊരു പ്ലാന്റിലും ആണെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ dioecious plants എന്നാണ് വിളിക്കുക. എക്സാമ്പിൾസ് ഓഫ് dioecious plants ആർ ഡേറ്റ് പാം, മലബാർ ടാമറിൻഡ്, നട്ട്മഗ് ആൻഡ് പപ്പായ. അപ്പോൾ ഇതൊക്കെ എന്താണ്? dioecious plantsന് എക്സാമ്പിൾ ആണ്. Monoecious plants have both male and female flowers in the same plant. Cucumber, pumpkin, ash gourd, snake gourd, coconut, etc. are monoecious plants. എന്നാൽ monoecious plantsൽ എങ്ങനെയാണ്? ഫീമെയിൽ ഫ്ലവറും മെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിൽ തന്നെ കാണാം.
അപ്പോൾ ഇങ്ങനെ ഡൈഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് ഫീമെയിൽ ഫ്ലവർ ഒരു പ്ലാന്റിലും മെയിൽ ഫ്ലവർ മറ്റൊരു പ്ലാന്റിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെയുള്ള പ്ലാന്റ്സ് നമുക്ക് അതിൽ ഫ്രൂട്ട് ഉണ്ടായി കിട്ടണമെങ്കിൽ നമ്മൾ 2 പ്ലാന്റ്സ് വെക്കേണ്ടി വരും. അതായത് ജാതിക്ക പോലെ നട്ട്മഗ്, ഓക്കെ, ജാതിക്ക അല്ലെങ്കിൽ നമ്മുടെ റംബുട്ടാൻ തുടങ്ങിയിട്ടുള്ള ബട്ടർ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സിലൊക്കെ നമ്മൾ 2 പ്ലാന്റ്സ് വെക്കേണ്ടി വരും. ഒരുമിച്ച് നട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഫ്രൂട്ട് ലഭിക്കുള്ളൂ. കാരണം എന്താണ്? അത് ഒരു പ്ലാന്റിൽ ഒന്നുകിൽ മെയിൽ പാർട്ടേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ടേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴേ നമുക്ക് റീപ്രൊഡക്ഷൻ നടന്നിട്ട് ഫ്രൂട്ട് ഉണ്ടാവൂ. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഡൈഷ്യസ് ആൻഡ് മൊണീഷ്യസ് പ്ലാന്റ്സ്. ഡൈഷ്യസ് പ്ലാന്റ്സിനും മൊണീഷ്യസ് പ്ലാന്റ്സിനും കുറച്ചുകൂടെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. എക്സാമ്പിൾസ് ഓഫ് മൊണീഷ്യസ് പ്ലാന്റ്സ്: കോണ്, ക്യൂക്കുംബേഴ്സ്, പംകിൻ, സ്ക്വാഷ്, പൈൻസ്, ബേർച്ചസ്, ഓക്സ്. എക്സാമ്പിൾസ് ഓഫ് ഡൈഷ്യസ് പ്ലാന്റ്സ്: പപ്പായ, കിവി ഫ്രൂട്ട്, വില്ലോസ്, ഹോളി, ഡേറ്റ് പാം, ജൂനിപ്പർ ആൻഡ് ആസ്പരാഗസ്. You have discussed about the reproductive organs in flowers and their functions. Shouldn't the male gamete and the egg fuse for the flower to produce a seed? How is this possible? അപ്പോൾ എന്താ മക്കളെ, നമ്മൾ പ്ലാന്റ്സിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ടെന്ന് പഠിച്ചു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഈ മെയിൽ ഗാമേറ്റ്സ് ഫീമെയിൽ ഗാമേറ്റായ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ത്രൂ പോളിനേഷൻ, അല്ലെ? പോളിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് പോസിബിൾ ആവുന്നത്. You know that the male gamete is found in the anther and the egg in the ovary. മെയിൽ ഗാമേറ്റ് ആന്തറിലും ഫീമെയിൽ ഗാമേറ്റ് അതായത് എഗ് ഓവറിയിലുമാണ് കാണുന്നത്. Don't the pollen grains need to reach the stigma of the gynoecium for the male gamete and the egg to fuse? How does this happen? അപ്പോൾ മെയിൽ ഗാമേറ്റ് എന്തിലെത്തിയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ എത്തിയെങ്കിൽ മാത്രമേ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവുന്നുള്ളൂ? പുതിയൊരു പ്ലാന്റോ അല്ലെങ്കിൽ ഫ്രൂട്ടോ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നമ്മൾ പറഞ്ഞു പോളിനേഷൻ വഴിയാണ്. അപ്പോൾ ഇനി നമുക്ക് പോളിനേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. What is pollination? Transfer of pollen grains from the anther to the stigma is pollination. ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തുന്നതിനാണ്, സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ്. ഇനി പോളിനേഷൻ എങ്ങനെയാണ് സാധ്യമാവുന്നത്? ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. ആദ്യത്തേതിൽ ഒരു ബേർഡ് നെക്ടർ കുടിക്കുന്നതാണ്, രണ്ടാമത്തേതിൽ ബട്ടർഫ്ലൈ ആണ്, അല്ലേ? വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു ഫ്ലവേഴ്സ്? റൈറ്റ് ഡൗൺ യുവർ ഗസ്. ഫ്ലവേഴ്സിലേക്ക് ബട്ടർഫ്ലൈസിനെയും അല്ലെങ്കിൽ ഇൻസെക്ട്സിനെയും ബേർഡ്സിനെയും ഒക്കെ അട്രാക്ട് ചെയ്യിക്കുന്നത് എന്തൊക്കെയാണ്? ആ ഫ്ലവറിന്റെ കളറ്, അതിന്റെ ഫ്രാഗ്രൻസ്, പിന്നെ അതിലുള്ള നെക്ടർ. ഹൗ ഡു ഫ്ലവേഴ്സ് ബെനിഫിറ്റ് വെൻ ദേ കളക്ട് ഹണി ഫ്രം ദ ഫ്ലവേഴ്സ്? ഡു ദേ ഹെൽപ്പ് ടു പോളിനേറ്റ് ഫ്ലവേഴ്സ്? ഡിസ്കസ്. അപ്പോൾ ഇവ ഇങ്ങനെ തേനൊക്കെ ശേഖരിക്കുമ്പോൾ അല്ലെങ്കിൽ പൂവിൽ വന്നിരിക്കുമ്പോൾ അത് പോളിനേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് ഉണ്ടല്ലേ. എങ്ങനെയാണ്? നമ്മൾ ബേർഡ്സോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ ഒരു ഫ്ലവറിൽ വന്നിരിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ, അതിന്റെ കൊക്കിൽ അതിലുള്ള പോളൻ ഗ്രെയിൻസ് പറ്റിപ്പിടിക്കും. എന്നിട്ട് ഈ ബട്ടർഫ്ലൈ മറ്റൊരു ഫ്ലവറിൽ പോയിരിക്കുമ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് എന്താവും? അതിലുള്ള സ്റ്റിഗ്മയിൽ പോയിട്ട് വീഴും. അങ്ങനെയാണ് പോളിനേഷൻ സാധ്യമാവുന്നത്. വാട്ട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ? യു നോ ദാറ്റ് ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് പോളിനേഷൻ. ദീസ് ആർ പോളിനേറ്റേഴ്സ്. പോളിനേഷന് വേണ്ടി സഹായിക്കുന്ന ബേർഡ്സ്, ഇൻസെക്ട്സ് തുടങ്ങിയവയ്ക്ക് എന്താണ്? പോളിനേറ്റേഴ്സ് ആണ്. പോളിനേറ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ദ ഓൺലി പോളിനേറ്റേഴ്സ് ബിസൈഡ്സ് ലിവിംഗ് ബീങ്സ്? വിച്ച് ആർ ദ അതർ പോളിനേറ്റേഴ്സ്? അപ്പോൾ ബേർഡ്സും ഇൻസെക്ട്സും കൂടാതെ വേറെ ഏതൊക്കെ പോളിനേറ്റേഴ്സ് ഉണ്ട് മക്കളെ? വാട്ടർ, നമ്മുടെ വെള്ളമുണ്ട്. അതായത് നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ വിൻഡ്, കാറ്റുണ്ട്. കാറ്റ് അടിക്കുന്ന സമയത്ത് അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? പോളൻ ഗ്രെയിൻസ് പാറിപ്പോയിട്ട് ട്രാൻസ്ഫർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ബേർഡ്സും ഇൻസെക്ട്സും ബാറ്റ്സും ഒന്നും കൂടാതെ തന്നെ മറ്റുള്ള പോളിനേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് വാട്ടറും വിൻഡും. ഒബ്സർവ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ പോളിനേറ്റേഴ്സ്. നമുക്ക് താഴെ ബ്ലാക്ക് പെപ്പറിന്റെയും റൈസിന്റെയും പിക്ചറാണ് തന്നിട്ടുള്ളത്. ബ്ലാക്ക് പെപ്പർ പറയുന്നത് നോക്കൂ, വി റിക്വയർ വാട്ടർ ഫോർ പോളിനേഷൻ. ഞങ്ങൾക്ക് വെള്ളം വേണം പോളിനേഷന് വേണ്ടിയിട്ട്. സോ ബ്ലാക്ക് പെപ്പറിൽ പോളിനേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വാട്ടറാണ്. നെക്സ്റ്റ് റൈസ് പറയുന്നത് നോക്കൂ, ഫോർ us പോളിനേഷൻ ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൻഡ്. ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് വി ഹാവ് ലോട്ട്സ് ഓഫ് ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ്. റൈസിലുള്ളതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ്, അതായത് അധികം വെയിറ്റ് ഇല്ലാത്ത പോളൻ ഗ്രെയിൻസ് ആണ്. അതുകൊണ്ട് തന്നെ കാറ്റടിക്കുന്ന സമയത്ത് ഇവ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സോ അതിൽ പോളിനേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വിൻഡ് ആണ്.
Do plants pollinated in this way require factors such as color, nectar and fragrance to attract pollinators? അപ്പോൾ ഇങ്ങനെ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളം വഴിയും വാട്ടർ വഴിയും വിൻഡ് വഴിയൊക്കെ പോളിനേഷൻ നടക്കാനായിട്ട് കളറോ നെക്ടറോ ഫ്രാഗ്രൻസിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ? വിച്ച് ആർ ദ പോളിനേറ്റേഴ്സ് യു ഹാവ് കം ടു നോ അബൌട്ട് സോ ഫാർ? അപ്പോൾ ഏതൊക്കെ പോളിനേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? ഇൻസെക്ട്സ്, ബേർഡ്സ്, വാട്ടർ, വിൻഡ്. ഇനി നമുക്കിവിടെ വാനിലയെ കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, നോക്കൂ. വാനില ഇസ് എ സ്പൈസ് കൾട്ടിവേറ്റഡ് ഇൻ അവർ കൺട്രി. ഇറ്റ് ഈസ് എ പ്ലാന്റ് നേറ്റീവ് ടു സൗത്ത് അമേരിക്ക. വാനില ഇസ് പോളിനേറ്റഡ് ബൈ എ ടൈപ്പ് ഓഫ് ബീ. But since this bee is not seen in our place, the farmers produce seeds by artificially pollinating the flowers. വാനില എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. പിന്നീട് അത് ഇവിടേക്ക് എത്തിയതാണ്, നമ്മുടെ നാട്ടിലേക്ക് എത്തിയതാണ്. അപ്പൊ അവിടെയൊക്കെ വാനിലയിൽ പോളിനേഷൻ നടക്കുന്നത് ഒരു ബീയുടെ സഹായത്തോടെ, അതായത് ഒരു പ്രത്യേക തരം തേനീച്ചയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. എന്നാൽ ആ ബീ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അത് പോളിനേറ്റ് ചെയ്യിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട്, മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും കൂടി ഇങ്ങനെ ഉരസിയിട്ട് അങ്ങനെയാണ് പോളിനേഷൻ നടത്തുന്നത്. ആർട്ടിഫിഷ്യലി ആണ് ഇവിടെയുള്ള ഫാമേഴ്സ് വാനിലയിൽ പോളിനേഷൻ നടത്തുന്നത്. സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. ഇനി എന്താണ് സെൽഫ് പോളിനേഷനും എന്താണ് ക്രോസ് പോളിനേഷനും എന്ന് നോക്കാം. ഒബ്സർവ് ദ ഫിഗേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് മെത്തേഡ്സ് ബൈ വിച്ച് പോളിനേഷൻ ഈസ് മെയ്ഡ് പോസിബിൾ. നമുക്ക് താഴെ 3 പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഈ 3ലും പല രീതിക്കാണ് പോളിനേഷൻ നടക്കുന്നത്. ഫസ്റ്റ് ഫിഗർ നോക്കൂ. പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ടു ദ സെയിം ഫ്ലവർ. ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ ഫ്ലവറും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്, ആൻഡ്രേഷും ഗൈനീഷും ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലവറിൽ നിന്ന് അതേ ഫ്ലവറിലേക്ക് തന്നെ എന്ത് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് സെയിം ഫ്ലവറിൽ തന്നെ പോളിനേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് സെൽഫ് പോളിനേഷൻ ആണ്. സെക്കൻഡ് പിക്ചറിൽ പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ഫോൾ ഓൺ അനദർ ഫ്ലവർ ഓൺ ദ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിലുള്ള 2 ഫ്ലവേഴ്സുകൾക്കിടയിലാണ് പോളിനേഷൻ നടക്കുന്നത്. അതായത് ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവർ മെയിൽ ഫ്ലവറും മറ്റേ ഫ്ലവർ ഫീമെയിൽ ഫ്ലവറുമാണ്. മെയിൽ ഫ്ലവറിൽ നിന്ന് ഫീമെയിൽ ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്. അതും പക്ഷെ സെയിം പ്ലാന്റിലാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ അതും സെൽഫ് പോളിനേഷൻ ആണ്. എന്നാൽ തേർഡ് ഫിഗറിൽ പോളൻ ഗ്രെയിൻസ് ഫ്രം എ ഫ്ലവർ ഓൺ വൺ പ്ലാന്റ് ഫോൾ ഓൺ എ ഫ്ലവർ ഓൺ അനദർ പ്ലാന്റ്. ഒരു പ്ലാന്റിലുള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിലുള്ള ഫ്ലവറിലേക്കാണ് പോളിനേഷൻ നടക്കുന്നത്. അതായത് ഒരു പ്ലാന്റ് എന്താണ്, ഒരു പ്ലാന്റിൽ മെയിൽ ഫ്ലവറും മറ്റേ പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവറാണ് കാണുന്നത്. അപ്പോൾ 2 പ്ലാന്റ്സുകൾക്കിടയിലാണ് പോളിനേഷൻ നടക്കുന്നത്. അതാണെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് പോളിനേഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ സെയിം പ്ലാന്റിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ, ഡിഫറെന്റ് പ്ലാന്റ്സിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ തന്നെ 2 രീതിക്കുണ്ട്. ഒന്ന് സെയിം ഫ്ലവറിൽ തന്നെ നടക്കുന്നത്, പിന്നെ സെയിം പ്ലാന്റിലെ ഡിഫറെന്റ് ഫ്ലവേഴ്സിൽ നടക്കുന്നതും. Self-pollination and cross-pollination. Transfer of pollen grains to the stigma of the same flower or the stigma of another flower of the same plant is self-pollination. നമ്മൾ പറഞ്ഞു തന്നെയാണ്, പോളൻ ഗ്രെയിൻസ് ഒരു സെയിം ഫ്ലവറിലെ സ്റ്റിഗ്മയിലോ അല്ലെങ്കിൽ ആ സെയിം പ്ലാന്റിലുള്ള മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിലോ പതിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പോളിനേഷനെ സെൽഫ് പോളിനേഷൻ എന്നാണ് വിളിക്കുക. ക്രോസ് പോളിനേഷൻ is the transfer of pollen grains from one flower to the stigma of a flower of another plant of the same species. എന്നാൽ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് സെയിം സ്പീഷീസിൽ പെട്ട, ഒരേ വിഭാഗത്തിൽപ്പെട്ട 2 ചെടികൾക്കിടയിൽ 2 പ്ലാന്റ്സിലെ 2 ഫ്ലവേഴ്സിനിടയിൽ നടക്കുന്ന പോളിനേഷൻ ആണ്. In the figures you have observed in which flowers does self-pollination takes place, in which flower does cross-pollination takes place. Find and write. Okay, analyze the given statements regarding pollination. ഈ താഴെ പോളിനേഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സിന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇൻ ഡൈഷ്യസ് പ്ലാന്റ്സ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ്. ഡൈഷ്യസ് പ്ലാന്റ്സിൽ, അതായത് ഡൈഷ്യസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒന്നുകിൽ ഫീമെയിൽ പ്ലാന്റ് പാർട്ടോ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ അല്ലെങ്കിൽ മെയിൽ ഫ്ലവർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. അത് ശരിയാണ് അല്ലെ? ഇൻ മൊണീഷ്യസ് പ്ലാന്റ്സ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ്. മൊണീഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും സെയിം ഫ്ലവറിൽ തന്നെ നമുക്ക് കാണാം, സെയിം പ്ലാന്റിൽ തന്നെ നമുക്ക് കാണാം. അപ്പൊ അതിൽ ക്രോസ് പോളിനേഷൻ നടക്കാം. അപ്പോൾ ഇതിൽ ക്രോസ് പോളിനേഷനും നടക്കാം, സെൽഫ് പോളിനേഷനും നടക്കാം എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ അത് ടിക്ക് ചെയ്യേണ്ട, കാരണം ഒരു മൊണീഷ്യസ് പ്ലാന്റ്സിൽ ക്രോസ് പോളിനേഷനും നടക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ സെൽഫ് പോളിനേഷനും നടക്കാനായിട്ട് സാധ്യതയുണ്ട്. ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ടേക്സ് പ്ലേസ് ഇൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഒരു ഫ്ലവറിൽ തന്നെ 2 സെക്ഷലും കാണാം, അതായത് മെയിലും കാണാം ഫീമെയിലും കാണാം. അങ്ങനെയുള്ളതിൽ സെൽഫ് പോളിനേഷനും നടക്കാൻ സാധ്യതയുണ്ട്, ക്രോസ് പോളിനേഷനും നടക്കാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ?
നേച്ചർ വിച്ച് എൻകറേജസ് ക്രോസ് പോളിനേഷൻ. ഇനി നേച്ചർ എൻകറേജ് ചെയ്യുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. നേച്ചർ ഇറ്റ് സെൽഫ് പ്രിവെന്റ്സ് സെൽഫ് പോളിനേഷൻ ആൻഡ് എൻകറേജസ് ക്രോസ് പോളിനേഷൻ to produce better and more diverse varieties of plants. In the flowers of some plants, the male and female reproductive organs mature at different times. For example, in sunflower, the development of gynoecium is completed only after the stamen has reached full maturity. In avocado, the development of gynoecium and stamen are completed in different times. Stamens and gynoecium are situated in opposite direction to prevent self-pollination in gloriosa. അപ്പോൾ നേച്ചർ എൻകറേജ് ചെയ്യുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് ഡൈവേഴ്സ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സെൽഫ് പോളിനേഷൻ ആണെങ്കിൽ ആ സെയിം പ്ലാന്റിൽ തന്നെ നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സിറ്റി കിട്ടാനായിട്ട് സാധിക്കില്ല അല്ലേ. എന്നാൽ ക്രോസ് പോളിനേഷൻ ആകുമ്പോൾ നമുക്ക് അതിൽ വ്യത്യസ്ത രീതിക്കുള്ള പ്ലാന്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിൽ നേച്ചർ എൻകറേജ് ചെയ്യുന്ന ക്രോസ് പോളിനേഷൻ എക്സാമ്പിൾസ് ആണ് ഒന്ന് സൺഫ്ലവർ. സൺഫ്ലവറിൽ മെയിൽ ഗാമേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ള അതിന്റെ വളർച്ച ഫുള്ളി മെച്യൂർഡ് ആയ ശേഷം മാത്രമേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്താവുന്നുള്ളൂ, ഡെവലപ്മെന്റ് തുടങ്ങുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ സെൽഫ് പോളിനേഷൻ സാധ്യമാവുന്നില്ല. അവക്കാഡോയിൽ എങ്ങനെയാണ് ഡെവലപ്മെന്റ് ഓഫ് ഗൈനീഷ്യം ആൻഡ് സ്റ്റെയിൻമെന്റ് കംപ്ലീറ്റഡ് ഡിഫറെന്റ് ടൈമിലാണ്, അതായത് വ്യത്യസ്ത സമയങ്ങളിലാണ് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും മെച്യൂർഡ് ആവുന്നത്. പിന്നെ അതുപോലെ ഗ്ലോറിയോസ എന്ന് പറയുന്ന പ്ലാന്റിൽ സ്റ്റേമൻസ് ആൻഡ് ഗൈനീഷ്യം ആർ സിറ്റുവേറ്റഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സ്റ്റേമനും ഗൈനീഷ്യവും അതായത് ആൻഡ്രോഷ്യവും ഗൈനീഷ്യവും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത ഡയറക്ഷനിലാണ്. അതുകൊണ്ട് അതിലും സെൽഫ് പോളിനേഷൻ സാധ്യമല്ല. ആഫ്റ്റർ പോളിനേഷൻ, ഇനി പോളിനേഷന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പോളിനേഷൻ? റൈറ്റ് ദ പ്രോസസ് ദാറ്റ് take place after pollination by analyzing the given note. Make use of the discussion points also. നമുക്ക് താഴെ തന്നിട്ടുണ്ട് പോളിനേഷന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. പോളിനേഷന് ശേഷം സംഭവിക്കുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ആഫ്റ്റർ പോളിനൈസേഷൻ ദ പോളൻ ഗ്രെയിൻസ് ഗ്രോസ് down through style towards the ovary in the form of a tube. പോളൻ ഗ്രെയിൻസ് നമ്മുടെ സ്റ്റിഗ്മയിൽ വന്ന് പതിച്ച പോളൻ ഗ്രെയിൻസ് എന്താവുന്നു? പോളൻ ട്യൂബിലൂടെ അല്ലെങ്കിൽ സ്റ്റൈലിലൂടെ താഴേക്ക് ഓവറിയിലേക്ക് എത്തുന്നു. എന്നിട്ട് എന്താവുന്നു? മെയിൽ ഗാമീറ്റ്സ് റീച്ചസ് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ് ആൻഡ് ഫ്യൂസസ് വിത്ത് ദ എഗ്. ഈ ഓവറിയിലുള്ള ഒവ്യൂളുമായിട്ട് എഗ്ഗുമായിട്ട് എന്ത് ചേരുന്നു? ഈ മെയിൽ ഗാമേറ്റ് കൂടിച്ചേരുന്നു. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് എഗ് ടു ഫോം സൈഗോട്ട് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഈ മെയിൽ ഗാമേറ്റും ഈ ഫീമെയിൽ എഗ്ഗും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു മക്കളെ? സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കിത് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 1, വാട്ട് ഹാപ്പൻസ് ടു ദ പോളൻ ഗ്രെയിൻസ് ആഫ്റ്റർ പോളിനേഷൻ? പോളിനേഷന് ശേഷം പോളൻ ഗ്രെയിൻസിന് എന്താണ് സംഭവിക്കുന്നത്? ദ ഗ്രോസ് ഡൗൺ ത്രൂ ദ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവറി ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. ഹൗ ഡസ് ദ മെയിൽ ഗാമേറ്റ് റീച്ച് ദ ഓവറി? എങ്ങനെയാണ് മെയിൽ ഗാമേറ്റ് ഓവറിയിൽ എത്തുന്നത്? ത്രൂ ദ ട്യൂബ് വഴിയാണ് അല്ലെങ്കിൽ പോളൻ ട്യൂബ് വഴിയാണ്. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? എന്താണ് ഫെർട്ടിലൈസേഷൻ? പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് എഗ് ടു ഫോം സൈഗോട്ട് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ബൈ വിച്ച് നെയിം ഈസ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് നോൺ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ എഗ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈഗോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. After fertilization, the picture shown the changes in the tomato flower after fertilization. Analyze the pictures and find out the changes that occur to the parts mentioned below. Discuss and write. അപ്പോൾ താഴെ തന്നിട്ടുള്ള പിക്ചർ കണ്ടോ, ടൊമാറ്റോ ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ട് ആവുന്ന പിക്ചറാണ്. അതായത് ഫെർട്ടിലൈസേഷന് ശേഷം സംഭവിക്കുന്ന ഒരു പിക്ചറാണ് അല്ലേ. അപ്പോൾ ഓരോ പാർട്ടിനും അതായത് സെപ്പൽസിനും പെറ്റൽസിനും ഒക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പെറ്റൽസ് ആണ്. പെറ്റൽസ് വിതർ ഓഫ്, കൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഓവറി എന്താവുന്നു? ഡെവലപ്സ് ഇൻ ടു ദ ഫ്രൂട്ടായിട്ട് മാറുന്നു. സെപ്പൽസ് മേ പെർസിസ്റ്റ് ഓർ വിതർ ഓഫ്, ചിലത് നിലനിൽക്കും അല്ലെങ്കിൽ ചിലത് കൊഴിഞ്ഞു പോകും. ആൻഡ്രീഷ്യം വിതർ ഓഫ്. ദെൻ പെഡിസെൽ ബിക്കംസ് ദ സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ, ഫ്ലവറിന്റെ തണ്ടായിട്ട് മാറും എന്ത്? പെഡിസെല്. After fertilization, the zygote becomes the embryo, the ovule becomes the seed, and the ovary becomes the fruit. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. പിന്നെ അതുപോലെ ഒവ്യൂള് സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ഫ്രൂട്ട്സ്. It is understood that the ovary develops into fruit after fertilization. Is there any relation between the number of ovaries and the number of fruits? Observe the picture. അപ്പോൾ ഓവറി എന്താവും? ഫെർട്ടിലൈസേഷന് ശേഷം ഫ്രൂട്ട് ആവും അല്ലെ. അപ്പൊ എത്രത്തോളം ഓവറി ഉണ്ടോ അത്രത്തോളം ഫ്രൂട്ട്സ് നമുക്ക് ലഭിക്കും. ഓക്കെ, പിക്ചർ കണ്ടോ? ഇവിടെ നമുക്ക് ബിറ്റർ ഗോൾഡ് ഫ്ലവറിൽ നിന്ന്
ബിറ്റർ ഗോർഡ് ഉണ്ടാവുന്ന ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ബിറ്റർ ഗോർഡ് ഫ്ലവർ ഹാസ് ഓൺലി വൺ ഓവറി, സോ ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ഇറ്റ്? ബിറ്റർ ഗോർഡ് ഫ്ലവറിൽ ഒരു ഓവറി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്രൂട്ടേ ലഭിക്കുന്നുള്ളൂ. ലൈക്ക് ബിറ്റർ ഗോർഡ്സ് ഫ്ലവർ, ദ ഫ്ലവർ ഓഫ് മാംഗോ, ലേഡീസ് ഫിംഗർ, പീ, പപ്പായ എക്സെട്ര ഓൾസോ ഹാവ് ഓൺലി വൺ ഓവറി. ബിറ്റർ ഗോർഡ് പോലെ തന്നെയാണ് ലേഡീസ് ഫിംഗറിന്റെയും പയറിന്റെയും പപ്പായയുടെയും ഒക്കെ ഫ്ലവറിന് ഒരു ഓവറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ആ ഒരു ഓവറിൽ നിന്ന് നമുക്ക് ഒരു ഫ്രൂട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എ സിമ്പിൾ ഫ്രൂട്ട് ഈസ് എ ഫ്രൂട്ട് ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ. ക്യാൻ യു ഫൈൻഡ് മോർ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ ഫ്രൂട്ട്? അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ്. അതായത് ഒരു ഓവറിൽ നിന്ന് ഒരു ഫ്രൂട്ട് ലഭിക്കുന്ന ഫ്ലവർ, അങ്ങനെയുള്ളതിന് എക്സാമ്പിൾ ആണ് സിംഗിൾ ഫ്ലവർ. If a flower has more than one ovary, can it produce more than one fruit? Yes, there is more than one ovary in the custard apple flower. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കസ്റ്റർഡ് ആപ്പിൾ ഫ്ലവർ. നമ്മുടെ സീതപ്പഴം ഉണ്ടല്ലോ അതിന്റെ ഫ്ലവർ. അതിന് ഒന്നിലധികം ഓവറി ഉണ്ട് ഒരു ഫ്രൂട്ടിൽ. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ കസ്റ്റർഡ് ആപ്പിളിന്റെ ഫ്ലവറിന്റെയും അതുപോലെ കസ്റ്റർഡ് ആപ്പിളിന്റെയും ഫ്രൂട്ടിന്റെയും പിക്ചറാണ് തന്നിട്ടുള്ളത് കേട്ടോ. Haven't you realized that if a flower has more than one ovary, it will produce more than one fruit? A fruit that develops from a single flower with multiple ovaries is called an aggregate fruit. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫ്രൂട്ടിൽ തന്നെ മൾട്ടിപ്പിൾ ഓവറീസ് ഉണ്ടാവുകയും മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഫ്രൂട്ടിനെ നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്നാണ് വിളിക്കുക. കസ്റ്റർഡ് ആപ്പിൾ ഈസ് ആൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. കസ്റ്റർഡ് ആപ്പിൾ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് ഒരു എക്സാമ്പിൾ ആണ്. Find more examples for aggregate fruits and write them in your science diary. Aggregate ഫ്രൂട്ടിന് മറ്റ് എക്സാമ്പിൾസ് ആണ് സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, റാസ്ബെറി തുടങ്ങിയിട്ടുള്ളവയൊക്കെ. Seedless fruits. In some cases, the ovary develops into fruit without fertilization. Such fruits do not have seeds. This phenomena is known as parthenocarpy. അപ്പൊ ചില ഫ്രൂട്ടില് ഓവറീസ് എന്താവും ഫ്രൂട്ടായിട്ട് മാറും. പക്ഷെ എങ്ങനെയാണ്? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിന് എന്തുണ്ടാവില്ല? സീഡ് ഉണ്ടാവില്ല, വിത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫിനോമിന അറിയപ്പെടുന്നത് പാർത്തനോകാർപ്പി എന്നാണ്. Seedless fruits may occur naturally. They are also artificially. Banana and pineapple are natural seedless fruits. We have artificially developed seedless varieties of grapes, tomatoes and watermelons. അപ്പൊ ഇങ്ങനെയുള്ള സീഡ്ലെസ് ഫ്രൂട്ട്സ് നമുക്ക് നാച്ചുറലി ആയിട്ടും കാണാം, അതുപോലെ ആർട്ടിഫിഷ്യലി ആയിട്ടും കാണാം. നാച്ചുറൽ സീഡ്ലെസ് ഫ്രൂട്ട്സിന് എക്സാമ്പിൾസ് ആണ് ബനാനയും പൈനാപ്പിളും. ആർട്ടിഫിഷ്യൽ ആയിട്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള സീഡ്ലെസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് ചില സീഡ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്സും സീഡ്ലെസ് ടൊമാറ്റോസും ഒക്കെ. ഇൻഫ്ലോറസൻസ്. എന്താണ് ഇൻഫ്ലോറസൻസ് മക്കളെ? ഹാവ് യു ഒബ്സർവ്ഡ് ഫ്രൂട്ടിംഗ് ഓർ ഓഫ് ഇൻഫ്ലോറസൻസ്? പൂങ്കുലകളിൽ നിന്ന് ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങള്? അതായത് മാംഗോ ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതിന്റെ പൂവിൽ നിന്നാണ് അല്ലെ. അതുപോലെ ബനാന ഉണ്ടാവുന്നത് ബനാന പ്ലാന്റിന്റെ ഫ്ലവറിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് ജാക്ക് ഫ്രൂട്ടും. ജാക്ക് ഫ്രൂട്ടിന്റെ ഇൻഫ്ലോറസൻസും പൂങ്കുലയും ജാക്ക് ഫ്രൂട്ടും അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. Have you noticed that each flower of the inflorescence in mango tree turns into a mango? In the inflorescence in banana plant also, each flower becomes a fruit. But does this happen in the inflorescences of jackfruit tree? Discuss your findings. അപ്പോൾ മാംഗോയിലും ബനാന പ്ലാന്റിലൊക്കെ ഓരോ ഫ്ലവറും എന്താവുന്നുണ്ട്? പൂങ്കുലയിലുള്ള ഓരോ ഫ്ലവറും ഓരോ ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ജാക്ക് ഫ്രൂട്ടിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഒരു ഫ്ലവറിൽ നിന്ന് ഒരു മിക്സഡ് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിട്ട് അത് ഒരൊറ്റ ഫ്രൂട്ടായി മാറുകയാണ് അല്ലെ. അതായത് ഒരുപാട് ചക്കച്ചുളകൾ ഉണ്ടാവും, പക്ഷെ ഫ്രൂട്ടായിട്ട് ഒരു ചക്കയല്ല നമ്മൾ പറയാം. The fruits formed from the inflorescence of mango tree and banana plant are seen as separate fruits, but fruits formed from the inflorescence of jackfruit tree combine to form a single fruit. ഒരു ഇൻഫ്ലോറസൻസിൽ, അതായത് ഒരു പൂങ്കുലയിലുള്ള പൂക്കളൊക്കെ ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് മാറി അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വലിയൊരു ഫ്രൂട്ടായി മാറുന്ന പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് എന്തിൽ നടക്കുന്നത്? ജാക്ക് ഫ്രൂട്ടിൽ നടക്കുന്നത്. ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ് ആർ കമ്പൈൻഡ് ടുഗദർ ടു എ സിംഗിൾ ഫ്രൂട്ട്. സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്നാണ് പറയുക. പൈനാപ്പിൾ, വൈൽഡ് ജാക്ക് ഫ്രൂട്ട് ആൻഡ് ബ്രെഡ് ഫ്രൂട്ട് ആർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അപ്പൊ നമ്മൾ സിമ്പിൾ ഫ്രൂട്ട് പഠിച്ചു, അഗ്രിഗേറ്റ് ഫ്രൂട്ട് പഠിച്ചു, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സും പഠിച്ചു. Pseudo fruits. Do all the fruits that we see develop from ovaries? How about a cashew fruit? Observe the pictures. Which part of cashew looks like a fruit? How is cashew differ from other fruits? Discuss. അപ്പൊ എല്ലാ ഫ്രൂട്ട്സും ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതല്ല. കാഷ്യൂ നട്ടിൽ എന്താണ്? ഓവറി അല്ല ഫ്രൂട്ടായി മാറുന്നത്. Normal fruits develop from the ovaries, but the cashew nut develops from the peduncle. Therefore, it is considered as a false fruit. The true fruit of the cashew nut is its outer shell,
In other fruits, the seeds are usually found inside the fruit. സാധാരണ ഫ്രൂട്ട്സിലൊക്കെ ഓവറീസ് ആണ് ഫ്രൂട്ട് ആയിട്ട് മാറുക. എന്നാൽ കാഷ്യൂൽ അതുള്ള പിടങ്ങൾ അഥവാ പൂങ്കുല തണ്ടാണ് എന്തായിട്ട് ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്യൂഡോ ഫ്രൂട്ട് ഓർ ഫോൾസ് ഫ്രൂട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. In normal flowers, the ovary develops into fruit. Sometimes part of the flowers other than the ovary also become fruit. These are pseudofruits. In cashew, the pedicule develops into fruits. Find more example for pseudofruit. അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്. ഒരു ഫ്ലവറിലുള്ള ഓവറിയാണ് സാധാരണ ഫ്രൂട്ട് ആയിട്ട് മാറുക. ചില പ്ലാന്റ്സിൽ അതിന്റെ ഓവറി അല്ലാതെ ഫ്ലവറിന്റെ മറ്റ് പാർട്സ് ഫ്രൂട്ട് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിനെയാണ് നമ്മൾ സ്യൂഡോ ഫ്രൂട്ട്സ് എന്ന് പറയാം. ഹാവിൻ യു ഈറ്റൻ ആപ്പിൾ ആൻഡ് സബർജെല്ലി? നിങ്ങൾ ആപ്പിളും സബർജെല്ലിയും ഒക്കെ കഴിച്ചിട്ടുണ്ടോ? ദിസ് ആർ ഓൾസോ സ്യൂഡോ ഫ്രൂട്ട്സ്. ഇവരും എന്താണ്? സ്യൂഡോ ഫ്രൂട്ട്സ് ആണ്. ദയ തലാമസ് ഗ്രോസ് ആൻഡ് ബിക്കം ഫ്രൂട്ട്. അവരുടെ ഓവറിക്ക് പകരം തലാമസ് ആണ് വളർന്ന് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് വൈ ദേ ആർ കോൾഡ് സ്യൂഡോ ഫ്രൂട്ട്സ്? ക്ലാസിഫൈ ആൻഡ് ടാബുലേറ്റ് ദ ഫോളോയിങ് ഫ്രൂട്ട്സ് ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. ആ ഫ്രൂട്ട്സിനെ സിംഗിൾ ഫ്രൂട്ട് ആണോ, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണോ, മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആണോ, സ്യൂഡോ ഫ്രൂട്ട് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഫ്രൂട്ട്സ് മാംഗോ, പൈനാപ്പിൾ, പപ്പായ, കസ്റ്റർഡ് ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ, സ്ട്രോബെറി, ഗോവ, റോസ് ആപ്പിൾ, പോളിയാൽത്തിയ ഫ്രൂട്ട്, ആപ്പിൾ, ബ്രെഡ് ഫ്രൂട്ട് തുടങ്ങിയവയാണ്. ഇതിൽ സിമ്പിൾ ഫ്രൂട്ട് വരുന്നത് മാംഗോ, പപ്പായ, ഗോവ, റോസ് ആപ്പിൾ, ആപ്പിൾ, ബ്രെഡ് ഫ്രൂട്ട് തുടങ്ങിയവയാണ്. അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിൽ വരുന്നത് കസ്റ്റർഡ് ആപ്പിൾ, സ്ട്രോബെറി എന്നീ രണ്ടെണ്ണമാണ്. പൈനാപ്പിൾ, പോളിയാൽത്തിയ ഫ്രൂട്ട് തുടങ്ങിയവ മൾട്ടിപ്പിൾ ഫ്രൂട്ടിലാണ് വരുന്നത്. സ്യൂഡോ ഫ്രൂട്ടിൽ വരുന്നത് കാഷ്യൂനട്ട്, ആപ്പിൾ, പിയർ എന്നിവയാണ്. ഞാനിതിൽ എക്സാമ്പിൾസ് ആയിട്ട് ഓരോന്നും എഴുതാൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളോട് എക്സാമ്പിൾ ആയിട്ട് കൂടുതലും കൂടെ ആഡ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്ലോറികൾച്ചർ. ഹൗ ടു ഫ്ലവർ ബെനിഫിറ്റ് അസ്? ഒരു ഫ്ലവർ എങ്ങനെയൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത്? ആർ ദേ യൂസ്ഫുൾ ഓൺലി ഇൻ എ പ്ലീസിങ് ഐസ്? നമ്മുടെ കണ്ണിന് കുളിർമയേകുക എന്നുള്ളൊരു എന്താണ് ബെനിഫിറ്റ് മാത്രമാണോ ഫ്ലവർ തരുന്നത്? നോ, അല്ലേ? Complete the words and given below. Discuss the uses of flowers. Make notes and present it in the class. അപ്പോൾ താഴെ നമുക്ക് ഫ്ലവറിന്റെ യൂസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. മെഡിസിൻ ആയിട്ട് ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുഡ്, ചില ഫ്ലവേഴ്സ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റെന്തൊക്കെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലവർ? ഡെക്കറേഷൻ ഓർ എസ്തെറ്റിക്, അലങ്കാരങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഡെക്കറേറ്റീവ്സ് ആയിട്ട്. പിന്നെ പെർഫ്യൂംസ് ഓർ ഫ്രാഗ്രൻസ്, അതായത് നമ്മുടെ സുഗന്ധങ്ങൾക്ക് പെർഫ്യൂം ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഡൈസ്, നമ്മളുടെ ഹെയർ ഒക്കെ ചില സംഭവങ്ങൾ ഹെയർ ആയിട്ടല്ല സിൽക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കളർ കൊടുക്കാനായിട്ട്, കളറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിച്വൽസ് ഓർ റിലീജിയസ് സിഗ്നിഫിക്കൻസ്, നമ്മുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളിലൊക്കെ ഇപ്പോൾ പൂജകളൊക്കെ ചെയ്യുന്ന അമ്പലങ്ങളിൽ പൂജകളൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയും യൂസ് ചെയ്യുന്നുണ്ട്. ചെക്ക് യുവർ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വിത്ത് ഡിഫറെന്റ് യൂസസ്. ഇഫ് ദർ ആർ നോ സച്ച് പ്ലാന്റ്സ്, ഡു എൻറിച്ച് ദ ഗാർഡൻ ബൈ ഇൻക്ലൂഡിംഗ് ദം. ഇസ്ന്റ് ഇറ്റ് പ്രോഫിറ്റബിൾ ടു ഗ്രോ ഫ്ലവേഴ്സ് കമേഴ്ഷ്യലി? അപ്പോൾ നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ഫ്ലവേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ അത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലവേഴ്സ് ഇത് കൂടാതെ കൊമേഴ്ഷ്യലി നമുക്ക് സാമ്പത്തികമായിട്ടും വ്യാപാരപരമായിട്ടൊക്കെ പ്രോഫിറ്റബിൾ ആണ്. ഹാവ് യു വിസിറ്റഡ് പ്ലേസസ് ഫോർ ഫ്ലവേഴ്സ് ആർ കൾട്ടിവേറ്റഡ്? നിങ്ങൾ റോസ്, അതുപോലെ നമ്മളുടെ സൺഫ്ലവർ, മാരിഗോൾഡ്, ഇതിൻ്റെയൊക്കെ തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്താണ് കൊമേഴ്ഷ്യലി നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അല്ലേ. ഇത്തരത്തില് ഫ്ലവേഴ്സ് ഫാം ചെയ്യുന്നതിന് നമ്മൾ ഫ്ലോറികൾച്ചർ എന്നാണ് പറയാ. ഫാമേഴ്സ് ഫാമിംഗ് ഓർ ഫ്ലോറികൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, ഗ്രോവിംഗ് ആൻഡ് നർച്ചറിംഗ് ഫ്ലവറിംഗ് ആൻഡ് ഓർണമെന്റൽ പ്ലാന്റ്സ് കൊമേഴ്ഷ്യലി. അപ്പോൾ ഫ്ലവേഴ്സ് ഇതുപോലെ കൃഷി ചെയ്തുണ്ടാക്കുന്നതിന്, വളർത്തി കൃഷി ചെയ്തുണ്ടാക്കുന്നതിനാണ് നമ്മൾ ഫ്ലോറികൾച്ചർ എന്ന് പറയും. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാമിംഗ് ഫ്ലവേഴ്സ്? ഡിസ്കസ്. ഫ്ലവേഴ്സ് ഫാം ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, കൃഷി കൊണ്ടുള്ള കൃഷി കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങളുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിലാദ്യത്തേത് എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ. ഫ്ലോറികൾച്ചർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കൊമേഴ്ഷ്യൽ ട്രേഡ് ഇൻ അഗ്രികൾച്ചർ, എസ്പെഷ്യലി ഫ്രം ആൻ എക്സ്പോർട്ട് പെർസ്പെക്റ്റീവ്, ജനറേറ്റിംഗ് റവന്യൂ ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇറ്റ് ഓഫേഴ്സ് ഹയർ പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ഏരിയ കമ്പയർഡ് ടു മെനി ഫീൽഡ് ക്രോപ്സ്, മേക്കിംഗ് ഇറ്റ് എ ലക്രേറ്റീവ് ബിസിനസ്. അപ്പോൾ ഈ ഫ്ലോറികൾച്ചർ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അതിൽ ജോബ് ലഭിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ആളുകൾക്ക് അതിൽ മെച്ചം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്.
Then employment generation, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. It creates self-employment opportunities throughout the year in various roles such as farms manager, plantation experts, supervisors, and project coordinators. Then next, industrial applications ആണ്. Flowers and ornamental plants serve as raw materials for industries like കോസ്മെറ്റിക്സ്, പെർഫ്യൂംസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പം ഇത് നമ്മൾ ഫ്രാഗ്രൻസിനും പെർഫ്യൂമായിട്ടും മെഡിസിനിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സ് ഒരു റോ മെറ്റീരിയൽ ആയി കിട്ടുന്ന രീതിയിലും എന്താകുന്നുണ്ട്, നമുക്ക് ഒരുപാട് ജോബ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വ്യാപാരപരമായിട്ടും പൊതുവായിട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഫ്ലോറികൾച്ചർ വഴി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എസ്തെറ്റിക് ആൻഡ് എൻവയൺമെന്റൽ വാല്യൂ ആണ്. ഗാർഡനിങ് എ കീ പാർട്ട് ഓഫ് ഫ്ലോറികൾച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ എസ്തെറ്റിക് വാല്യൂ ഓഫ് സറൗണ്ടിങ്സ് ആൻഡ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എ പൊല്യൂഷൻ ഫ്രീ എൻവയൺമെന്റ് പെർട്ടിക്കുലർലി ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ പ്രധാനമായിട്ടും നഗരപ്രദേശങ്ങളിലൊക്കെ ഈ ഫ്ലോറികൾച്ചർ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രകൃതിക്ക് ദത്തമായിട്ടുള്ള ഒരു വാല്യൂവും അതുപോലെ തന്നെ എസ്തെറ്റിക് ആയിട്ടുള്ള ലുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, നമുക്കൊരു മാനസിക ഉല്ലാസം നൽകാനായിട്ട്, നമ്മുടെ മനസ്സിനൊരു കുളിർമ നൽകാനായിട്ട് ഈ ഫ്ലോറികൾച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ്. ഫ്ലോറികൾച്ചർ ഓൾസോ ഇൻവോൾവ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ത്രൂ വേരിയസ് മെത്തേഡ്സ് ലൈക്ക് സീഡ്സ്, കട്ടിങ്സ്, ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ വിത്ത് ശേഖരണവും കട്ടിങ്സും ബഡ്ഡിങ്സും ഗ്രാഫ്റ്റിങ്സും ഒക്കെ ആയിട്ട് പ്ലാന്റിംഗ് മെറ്റീരിയൽസിനും വലിയൊരു എന്താ പറയുക ഒരു ഫീൽഡ് കൊടുക്കാൻ നമ്മുടെ ഫ്ലോറികൾച്ചറിന് സാധിക്കുന്നുണ്ട്. ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ താഴെ തന്നെ വിച്ച് ആർ ദ കൊമേഴ്ഷ്യൽ ഗ്രോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. കൊമേഴ്ഷ്യലി നമ്മൾ വളർത്തുന്ന പ്ലാന്റ്സ്, വ്യാപാരികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വളർത്തുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? റോസ് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, അതുപോലെ ഓർക്കിഡ്സ് ഉണ്ട്, ലില്ലി ഉണ്ട്, ആന്തൂറിയം ഉണ്ട്. Anthurium is an important plant in floriculture. The most attractive part of it is the modified leaves. Such colored plants found near the flower are called bracts. The function of bracts is to attract pollinators. Attractive bracts are also seen in bananas and bougainvillea plants. അപ്പോൾ ആന്തൂറിയം എന്ന് പറയുന്നത് എക്കണോമിക്കലി അതുപോലെ തന്നെ കൊമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറികൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ഇതിൽ ലീവ്സ് മോഡിഫൈ ചെയ്തതാണ്. ആന്തൂറിയത്തിൽ പല നിറത്തിൽ കാണുന്നുള്ളത്. അപ്പോൾ അതിന്റെ ലീവ്സ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രാക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മോഡിഫൈഡ് ലീവ്സ് ബ്രാക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രാക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ബ്രാക്സ് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നല്ല കളർ ആയതുകൊണ്ട് തന്നെ പോളിനേഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ബ്രാക്സ് നമുക്ക് ബനാന ലീവ്സിലും ബനാന പ്ലാന്റിലും അതുപോലെ തന്നെ ബൊഗെയിൻവില്ലയിലൊക്കെ സാധിക്കുന്നുണ്ട്. Having you understood that flowers are not merely wonderful sights which refresh our eyes, but they also have many other benefits as well. Now you have learned that the main functions of flowers is to produce seeds and maintain the generation of plants. Let us conserve plants and flowers. അപ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്നതിന് മാത്രമായിട്ടുള്ളതല്ല, നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് ഫ്ലവേഴ്സിന്റെ എന്താണ് പാർട്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഫ്ലവേഴ്സ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ട പ്ലാന്റ്സിനെ സൃഷ്ടിക്കുക എന്നതുകൊണ്ട് ഫ്ലവേഴ്സിന്റെ എന്താണ് ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും കൺസേർവ് ചെയ്യുകയും വേണം. ഇനി നമുക്കിതിലെ ലെറ്റസ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, കമ്പയർ ദ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് മാംഗോ, ബനാന ആൻഡ് ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ദ ഡിഫറൻസസ്. മാംഗോ, ബനാന, ജാക്ക് ഫ്രൂട്ട് ഈ 3 പ്ലാന്റിന്റെയും ഫ്ലവേഴ്സിന്റെയും ഫ്രൂട്ടിന്റെയും പ്രത്യേകതകൾ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മാംഗോയിലേത് ആദ്യം ബൈസെക്ഷൽ ഫ്ലവർ ആണ്, അതുപോലെ സിമ്പിൾ ഫ്രൂട്ട് ആണ്. ബനാന യൂണിസെക്ഷൽ ഫ്ലവർ ആണ്, സിമ്പിൾ ഫ്രൂട്ട് ആണ്. ജാക്ക് ഫ്രൂട്ട് ബൈസെക്ഷൽ ഫ്ലവർ ആണ്, കോമ്പൗണ്ട് ഫ്രൂട്ട് ആണ്. Question 2, which of the following statement regarding coconut is not true? കോക്കനട്ടുമായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ടിക്ക് ചെയ്യാം, അതായത് ബന്ധപ്പെടാത്തത് കേട്ടോ. ആദ്യത്തേത് നോക്കൂ, ഇറ്റ് ഈസ് എ മൊണേഷ്യസ് പ്ലാന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ബി, കോക്കനട്ട് ഹാസ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. കോക്കനട്ടിന് സെപ്പറേറ്റ് ആയിട്ട് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സി, കോക്കനട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫീമെയിൽ ഫ്ലവേഴ്സ്. ഫീമെയിൽ ഫ്ലവേഴ്സിൽ നിന്നാണ് കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതും ശരിയാണ്. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവർ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ 3, ഡ്രോ ആൻഡ് മാച്ച് ദ കറക്റ്റ് വൺ. നമുക്കിവിടെ അഗ്രിഗേറ്റ് ഫ്രൂട്ടും മൾട്ടിപ്പിൾ ഫ്രൂട്ടും സിമ്പിൾ ഫ്രൂട്ടും തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ള ഡെഫിനിഷനും തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ എന്താ മക്കളെ? മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്, more than one fruit formed from an inflorescence. These fruits combine to be a single fruit. Then simple fruit, single fruit formed from single flower.
അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം നമുക്ക്. താങ്ക്